How are you? Fine. കാല് പോയിച്ചത് എവിടെടി? One second. Thank you. ഇതുവരെ എന്ത് ടെൻഷനിലായിരുന്നെന്നറിയോ? See you girls. ഏയ് എന്താ ഇത്? ഇവിടം വരെ വന്നിട്ട് കല്യാണം കൂടെ അങ്ങ് പോവാ? അല്ല ഞാൻ ഒന്നുമില്ലെങ്കിലും തന്റെ ലഗേജ് ഇവിടം വരെ ഞാനല്ലേ ചുമന്നത്. അല്ല അതിന് പകരം ഞങ്ങളുടെ കൊച്ചിനെ നീയും ചുമന്നു. ബാ അകത്തേക്ക് പോ. വിളിക്കളിയാ. Please come sir. Come on. നമസ്കാരം. അങ്ങനെ ഒരു ഉപദ്രവം തീർന്നു കിട്ടി. അവനെ അവിടുന്ന് തന്നെ ഞാൻ കയറ്റി വിട്ടേക്ക്. ഇനി എന്ത് പറ്റാനാ? എല്ലാം നീ കാരണമാ. നീ നാട്ടിൽ നിന്ന് വിളിപ്പിച്ച ആ പോറ്റുണ്ടല്ലോ, അവൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ആരെയോ ചൊറഞ്ഞെന്ന് പിടിച്ച് അകത്തിട്ടിരിക്കുക. നിന്നോട് ഞാൻ ആദ്യം മുതലേ പറയുന്നതാ ഇങ്ങനെയുള്ള വയ്യാവേലികളൊന്നും വേണ്ടെന്ന്. എന്താ ഓരോ മാലയിട്ട് താലിയും കിട്ടിയ കല്യാണമാകില്ലേ? ആവശ്യമില്ലാത്ത ഓരോ മാമൂലുകളൊക്കെ പറഞ്ഞാ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇങ്ങനെയുള്ള കുറെ കോപ്രായങ്ങളൊക്കെ കാണിച്ചാലേ കല്യാണം ആകുന്നാണോ? കൺട്രീസ് എടുത്തോണ്ട് പോയി. എന്താ സാർ ഇത്? കടൽ കിടന്നാൽ നമ്മുടെ സംസ്കാരവും ആചാരങ്ങളും എല്ലാം മാറിപ്പോവോ? ഇതൊന്നും ഇല്ലെങ്കിലും കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് സാറ് തട്ടിയറിഞ്ഞല്ലോ. ഇതിന്റെ വില എന്താണെന്നറിയോ? ഇത് വെറും തേങ്ങയും താലമല്ല, വേർപിരിയാത്ത രണ്ട് ആത്മാക്കൾക്ക് സമമാണ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ജീവിതകാലം കഴിയുന്നത് വരെയും ഇതുപോലെ ചേർന്നിരിക്കണം. ഇത് മംഗല്യസൂത്രം. മംഗല്യം എന്നാൽ മനസ്സാണ്, സൂത്രം എന്നാൽ ധ്യാനവും. ഇത് കഴുത്തിലണിയുമ്പോൾ പിന്നെ അഗ്നിയേക്കാൾ പവിത്രമായി മാറും. ഹൃദയത്തോട് ചേർന്ന് താലി കിടക്കുമ്പോഴും ആ താലി കെട്ടിയ ഭർത്താവിന്റെ പ്രതീകമായത് മാറുമ്പോഴും രണ്ട് മനസ്സുകളുടെ പൊരുത്തമാണത് കാണിക്കുന്നത്. നിറപറയും നിലവിളക്കം വെച്ച് അഗ്നിസാക്ഷിയായി താലി കെട്ടുമ്പോൾ ആ മംഗളകർമ്മത്തിന് സാക്ഷിയാവാൻ എല്ലാ ദേവാദിദേവന്മാരും അവിടെ എത്തുമെന്നാണ് വിശ്വാസം. അഗ്നിക്ക് 7 വലം വെക്കുന്നതിലും അർത്ഥമുണ്ട്. ഒന്നാമത്തേത് അന്നലബ്ധിക്കുള്ളത്, രണ്ടാമത്തേത് സുഖസന്തോഷ ലബ്ധിക്കുള്ളത്, മൂന്നാമത്തേത് സന്താനഭാഗ്യത്തിന്, നാലാമത്തേത് സമാധാനത്തിന്, അഞ്ചാമത്തേത് സമ്പത്തിനു വേണ്ടി, ആറാമത്തേത് വ്യവഹാര പുരോഗതിക്ക് വേണ്ടി, ഏഴാമത്തേത് ദാമ്പത്യ സൗഖ്യത്തിന്. 33 കോടി ദേവാദിദേവന്മാരെയും സാക്ഷി നിർത്തി പഞ്ചഭൂതങ്ങളെയും അഷ്ടദിക്പാലകരെയും മനസ്സാ സ്മരിച്ച് നിറപറയും നിലവിളക്കം വെച്ച് അഗ്നിസാക്ഷിയായി താലിച്ചരലിലൂടെ 2 ജീവനെ ഒന്നാക്കുന്ന മഹത് കർമ്മമാണ് വിവാഹമെന്നത്. ആക്ച്വലി എനിക്കിപ്പോ ലജ്ജ തോന്നുന്നിയാ. കല്യാണം കഴിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ഇപ്പോഴാ മനസ്സിലായത്. അളിയനും ഇപ്പോഴാ അറിഞ്ഞെങ്കിൽ ഒരു സോറി പറഞ്ഞേക്ക്. ഇയാൾ അറിഞ്ഞിട്ടും കാര്യം എന്താ കളി എവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ചെറിയ തലവേദന പോലെ. മരുന്നല്ലേ ഒരടി. ഇത് കഴിച്ചാൽ തലവേദന പോവോ? പിന്നെ തന്റെ വല്യച്ഛൻ ഗ്യാപ്പില്ലാതെ വെള്ളം അടിച്ചപ്പോ എല്ലാ സ്വത്തും പോയില്ലേ? തന്റെ അച്ഛൻ ഗ്യാപ്പില്ലാതെ വെള്ളം അടിച്ചപ്പോ ജീവനും പോയി. അപ്പൊ തലവേദനയും പോയില്ലേ? നിന്നെ ഞാൻ നോക്കി നടന്ന ഒരു സിഗരറ്റ് വലിക്കട്ടെ. ഞാൻ നിർത്തിയേട്ടാ. അതെന്താനിയാ? ഇന്നലെ സ്മാള് നിർത്തി എന്ന് പറഞ്ഞു, ഇപ്പൊ സിഗരറ്റ് നിർത്തിയോ? കല്യാണത്തിന്റെ മഹാത്മ്യം പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ നിർത്തിയതിന്റെ കാരണം കൂടി പറയാ കേക്കട്ടെ. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമല്ലാത്തോണ്ടാ. എന്നെ ഇഷ്ടപ്പെട്ടവർ പറഞ്ഞിട്ട് പോലും ഞാൻ നിർത്തിയില്ല. പിന്നെ തിരിച്ചു പോവാണല്ലേ? എനിക്ക് ദേഷ്യം കൂടുതലാ. ഞാൻ കാരണമല്ലേ നിങ്ങളുടെ പ്രോഗ്രാം അപ്സെറ്റ് ആയത്. ഐ എം സോറി. ചേച്ചേ, താൻ ദേഷ്യപ്പെടുമ്പോഴാണ് കൂടുതൽ ഭംഗി. എയർപോർട്ടിൽ വെച്ചപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവരവരുടെ വഴിക്ക് നമ്മൾ പിരിഞ്ഞേനെ. ഇത്ര ദൂരം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യില്ലായിരുന്നു. ഈ ഹാപ്പി മൊമെന്റ്സ് ഒന്നും കിട്ടുകയില്ലായിരുന്നു. ഒരുമിച്ച് പോയാ പോരെ? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവും. ഹേയ്, വെൽക്കം വെൽക്കം പുതുമണവാട്ടി. ഫോറിൽ നിന്ന് എനിക്കെന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ശരി, നിനക്ക് വേണ്ടി വാടനെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒരു പയ്യനെ കൊണ്ടാ വന്നിരിക്കുന്നത്. ആ വാ, മൈ ഡിയർ സിസ്റ്റർ വസുന്ധര. He is Mr. Vijaykumar. Hello. Computer engineer. Currently working in London. നിന്റെ ഫാദർ-ഇൻ-ലോ, മദർ-ഇൻ-ലോ, അത് 2 നാത്തുമാരും. പരിചയപ്പെടുത്തൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോയി മണവാട്ടി സ്റ്റൈലിൽ ചായ ഉണ്ടോന്ന് ആ ചടങ്ങും കഴിഞ്ഞു.
നിന്റെ മനസ്സിൽ ആരാ ഉള്ളത്? തുളസി. ഞാൻ അവരോട് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് കൂടി നീ നീ എഴുന്നേറ്റ് അങ്ങോട്ടില്ലേ? ക്ഷമിക്കണം രവീന്ദ്ര സാറേ, വസുന്ധരയ്ക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ഹർഷ, എനിക്കൊരു അബദ്ധം പറ്റി, ക്ഷമിക്കണം. എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്തിനാ ചിറ്റപ്പ? നീ അവളുടെ ചേട്ടനല്ലടാ, ഞാനാരാ? വെറും ഒരു ഹോസ്റ്റൽ വാർഡൻ. ഹോസ്റ്റലിലുള്ളവരുടെ നല്ലതും ചീത്തയും നോക്കുന്ന ഗാർഡിയൻ. ഒടുവിൽ അവർ ഹോസ്റ്റൽ വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരാരും ഞാനാര്? ഇത്ര നാളെ ചിറ്റപ്പന്റെ വാക്കുകളല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ പേരിൽ പിണങ്ങിപ്പോൻ തുടങ്ങിയാണോ ചിറ്റപ്പ? ചിറ്റപ്പന് ഒരു പിണക്കവും ഇല്ല മോനെ, പക്ഷെ അവൻ ആരാണെന്ന് അറിയാം. നമസ്കാരം. എൻ്റെ പേര് തുളസി. നിങ്ങൾക്കൊരു പണക്കാരനാണ് വേണ്ടതെങ്കിൽ എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയാണ് നോക്കുന്നതെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്. കുടുംബമഹിമയും പാരമ്പര്യവും തറവാടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഞാൻ രാമനാമടം കോവിലകത്തെയാണ്. ഞാൻ നിങ്ങളുടെ മകളുടെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടല്ല സർ. സംസ്കാരവും സ്വഭാവശുദ്ധിയും ദൈവവിശ്വാസമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്താഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. സ്നേഹം എന്നത് പരസ്പരം ഇഷ്ടപ്പെടൽ മാത്രമല്ല, പരസ്പര വിശ്വാസം കൂടിയാണ്. ഞങ്ങളുടേത് യഥാർത്ഥ സ്നേഹമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിക്കണം. വെൽ, ഇത്രയൊക്കെ കേട്ടപ്പോ എന്നേക്കാൾ യോഗ്യൻ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. സോറി സർ, ഇത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ആയിരുന്നില്ല. നോ 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 നോട്ട് അറ്റ് ആൾ. നിങ്ങളുടെ അത്ര ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്: നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള മനസ്സ്. ആദ്യം അളിയനും അളിയനും കൂടി, അടുത്തത് അളിയന്റെ അച്ഛനും അമ്മയും, എന്റെ അളിയന്റെ എൻ്റെ ഫാമിലി. ഇവരാ എന്റെ അളിയന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. ഡോക്ടർ സുലേഖ, ഹായ്. രാജു. ഹലോ. ഹലോ. ഒന്ന് വേഗം എടുക്ക്, വേറെ പണിയുണ്ടേ. എന്ത് പണി? പിള്ളേരുടെ കാര്യം കൂടെ ആലോചിക്കണ്ടേ? പിള്ളേരോ? ആ, എത്ര പേര്? ഒരു 10-12 ആയിക്കോട്ടെ. 10-12? എന്താ അത്രയും വേണ്ടേ? എനിക്ക് ഒരുത്തനെ മതി. ഒരുത്തനും? ഇതുപോലെ. ഓക്കേ. Hey, Harsh, come on. വെരി ഗുഡ്. നീ എന്റെ മാനം കളഞ്ഞലോടാ. Well done. Good boy. You have very good son. God must be crazy. സാറിന്റെ മക്കളെ കൂട്ടല്ലേ സാർ? ഈ മിടുക്കന്റെ അച്ഛൻ ആരാണെങ്കിലും ഭാഗ്യം ചെയ്തവനാ. ശരി ശരി, നല്ല മിടുക്കൻ കുട്ടിയല്ലേ സാർ? ഞാനൊന്നും ചെയ്തല്ല. ഇവൻ അച്ഛന്റെ നാക്ക് തന്നെയാ. ഷഡ് ഇടാത്തൊരു തെന്നാത്ത സ്ഥലത്തൂടി നടക്കണം, ഇല്ലെങ്കിൽ വശക്കേടാ. ಗೊತ್ತಾಯ್ತಾ? പിടിക്ക്. ഫാഷൻ ഷോ അവാർഡ് നൈറ്റിനിടെ അജ്ഞാതനായ ഏതോ ഒരാളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ MP രാമരാജന്റെ അനുജൻ ഭരതരാജനെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സർ, താങ്കളുടെ അനുജൻ ഭരതരാജനെ ഏതോ ഒരു അജ്ഞാതൻ മർദ്ദിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ. അതൊരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നു. പിള്ളേരല്ലേ, സ്പീഡ് കൂടിയതാ. അപ്പോ തല്ലുകിട്ടിയതല്ലെന്നാണോ? ഏതോ സ്ത്രീയെ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ആക്സിഡന്റ് ആക്സിഡന്റ് എന്ന് പറഞ്ഞില്ലേ? ആരും അറിയാതെ സിറ്റിയിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് എപ്പോഴാണ് നടന്നത്? എടാ മോനെ, അതുപോലെ വേറൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് കാണണോ? സർ ഞാൻ സംസാരിച്ചോളാം, സാർ പോയിക്കോളൂ. എല്ലാം ഇതിലുണ്ട്, കൊടുത്തോളൂ. അവൻ ആരായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല.
ചിലർ എതിരാളികളെ തോൽപ്പിക്കാനാണ് അടിക്കുന്നതെങ്കിൽ മറ്റു ചിലർ സ്വയം ചാകാൻ വേണ്ടി അടിക്കുന്നത്. ഇവൻ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തരക്കാരനാ. ഈ സിറ്റിയിൽ വന്നവൻ എന്റെ അനുജനെ കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് എനിക്കറിയണം. ഡേ, നിന്റെ മമ്മി നിനക്ക് 100 rupees ഡെയിലി തരുമല്ലേ? അല്ലെന്നേ 10 rupees തരുന്നത്. അത് നുണയല്ലേ? ഇല്ലെങ്കിൽ കണ്ടു ഇടടാ. ഇടാൻ. എടാ, നിന്റെ മമ്മി നിനക്ക് എന്നും തരുന്നത് വെറും 1 rupee അല്ലേ? അല്ല, അതൊന്നും അല്ല, 10 rupees തരുന്നത്. എവിടെ? അയ്യോ, എന്റെ പൈസ റെഡ് ക്രോസിലേക്ക് പൂവർ ചിൽഡ്രൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. മോനെ, താങ്ക്സ് പറയുന്നില്ലേ? എന്തിനാ പറയുന്നത്? വീഴാതെ പിടിച്ചില്ലേ? നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ എവര് പിടിച്ചാനെ? ഞാൻ താങ്ക്സ് പറയണോ? എങ്കിലൊരു ഡൊണേഷൻ ഇട്. ഡൊണേഷൻ ഇട്ട ഒരു ഉമ്മ തരാമോ? ക്ലാസ്സിലേക്ക് പോകാൻ. ധൃതി കൂടിയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഭാര്യയാകേണ്ടി വന്നു. അത് തെറ്റായെന്ന് മനസ്സിലായതുകൊണ്ടാണ് 5 വർഷമായി അകന്നു കഴിയുന്നതും. ഇപ്പൊ എന്റെ കുഞ്ഞിനെ സ്വാധീനിച്ച് വീണ്ടും എൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കരുത്. അത് ഞാൻ സമ്മതിക്കില്ല.